നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പരീക്ഷയല്ലേ? ആ പരീക്ഷയിൽ നമ്മൾ ചിലപ്പോൾ വിജയിച്ചെന്നിരിക്കും, ചിലപ്പോൾ നമ്മൾ തോറ്റു പോകുമല്ലേ? ചിലപ്പോൾ നമ്മൾ തട്ടിയും മുട്ടയൊക്കെ അങ്ങോട്ട് കടന്നു പോകും. അപ്പം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെയും ഓരോ ദിവസത്തെയും പരീക്ഷ എല്ലാവരും വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ഒരു ചെറിയൊരു മോർണിംഗ് റൊട്ടീൻ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ നല്ല മഴയാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മോർണിംഗ് ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ കുറേയൊന്നും പറിക്കാൻ നിന്നില്ല, നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂവൊക്കെ പറിച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആച്ചു ആരും നല്ല ഉറക്കമാണ്, എഴുന്നേറ്റില്ല. മഴയായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാമല്ലോ അവരെന്ന് വെച്ചു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചോറും കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കലാണെങ്കിൽ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല കേട്ടോ. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് 8ൻ്റെ പണി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്നാണ് ചോറ് വെക്കാൻ നോക്കൽ. ചോറ് വെക്കേണ്ട സ്ഥലം മൊത്തം വെള്ളം കയറി മുങ്ങിയിട്ടുള്ളത്. എന്താണെന്നറിയില്ല, രാത്രി പെയ്ത മഴയിൽ എന്തോ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത്. ഇതിൽ കൂടെ ചോർന്ന് താഴേക്ക് വന്നാവാനാ സാധ്യത. അപ്പം ഇനി കത്തിക്കാൻ വേണ്ടി നല്ല പണിയാണ് കേട്ടോ. ആ വെള്ളം മൊത്തം കോരി മാറ്റിയാലും മാത്രമേ നമുക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കുറേ സമയമെടുത്തതിന് ശേഷം നമ്മൾ തീ കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറേ സമയമെടുത്തു, ഏകദേശം അരമണിക്കൂറോളം എടുത്തു ആ വെള്ളം മൊത്തം മാറ്റി. അതിലെ വെള്ളം മൊത്തം കളയാണ്ടെന്ന് വെച്ചാൽ നമുക്ക് കത്തിക്കാൻ ശരിയാവില്ല, കത്തിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല, എന്തായാലും തീ കെട്ടുപോകും. അപ്പം നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ പോവാണ്. അപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് അതാ ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, അടുക്കളയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ മഴ കുറച്ച് ചോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ തോർന്ന് നമ്മളിതാ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ വെറുതെ അച്ചുവിനെയും ആരൂട്ടിനെയും പോയി നോക്കി. നല്ല ഉറക്കമാണ്. ബെഡ്ഷീറ്റിൻ്റെ കോലം കണ്ട് ആരും ഞെട്ടരുത്. രാത്രിയിൽ നല്ല നീറ്റായിട്ടാണ് കിടക്കുക, പക്ഷേങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഈ ഒരു കോലാണ് ഉണ്ടാകുക. അപ്പം ഇന്ന് നമ്മൾ പരിപ്പും കായും കൂടി മൊളീഷും അതുപോലെ തന്നെ പയറുപ്പേരിയാണ് ഇന്ന് ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കുന്നത്, അച്ചൂട്ടനും ആരൂട്ടനും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. പുട്ടും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതാണ് കേട്ടോ. നേന്ത്രപ്പഴം പുഴുങ്ങിയത് നല്ല കോമ്പിനേഷനാണ്. കഴിക്കാത്തവരാരും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക. പുട്ടും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും. അപ്പോൾ ഇതാ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിക്ക് വേണ്ട തേങ്ങ വേണം. അതുപോലെ തന്നെ ഉപ്പേരിക്ക് കുറച്ച് വറവിടാറുണ്ട്, അതും കൂടി നമ്മൾ തേങ്ങ ചിരവിയെടുക്കണം. അങ്ങനെ കഴിഞ്ഞ ദിവസം ചിരവിയതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ ചിരവിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം തേങ്ങ ചിരവാൻ ഈ ഒരു ചിരവി ഉള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചിരവിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതാ കണ്ടോ, നല്ല നീറ്റായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ചിരവി നല്ലതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ അച്ചൂട്ടിനെ ആരോട്ടിനെ എഴുന്നേൽപ്പിക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോഴേക്കും പുട്ടിന് നമ്മൾ കുഴക്കില്ലേ, അത് കുഴക്കാൻ വേണ്ടിയിട്ട് അമ്മ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അമ്മ വലിയ ആളെ പോലെ പൊടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പൊടിയൊക്കെ ഇട്ട് കുഴക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും കുറേ പൊടി പുറത്തേക്കൊക്കെ പോയി. അപ്പോൾ ചെറിയ പാത്രമായി പോയി കേട്ടോ എടുത്തത്. കുറച്ചുകൂടി വലിയ പാത്രം വേണമായിരുന്നു. പിന്നെ അമ്മ പാത്രമൊക്കെ മാറ്റി കുറച്ചുകൂടി വലിയ പാത്രത്തിൽ നമ്മൾ പുട്ടിന് പൊടിയൊക്കെ കുഴച്ച് വെച്ച് അങ്ങ് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മൾ അച്ചൂട്ടിനെ ആരോട്ടനും എഴുന്നേൽപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും ആച്ചൂട്ടിനെ കാണുന്നില്ല. ആൾ നോക്കി മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ കണ്ടപ്പോൾ തന്നെ ചിരിച്ചു പോയി കേട്ടോ. മാസ്കൊക്കെ വെച്ച് ബ്രഷ് ചെയ്യുന്ന ആളെ നിങ്ങൾ ആദ്യമായിട്ടിരിക്കൂലേ കണ്ടിട്ടുണ്ടാവുക. ഇതാ നമ്മുടെ ആച്ചുക്കുട്ടനെ കണ്ടോ, മാസ്കൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടെ തന്നെ മാസ്കാണ് അവൻ്റെ മുന്നിൽ കണ്ടത് കേട്ടോ. അതാണ് അതും എടുത്ത് വെച്ച് നടക്കുന്നത്. അപ്പം ആച്ചുവിന് കുഴപ്പമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റാൽ അവന് വലിയ ഷാഡിയോ കാര്യമൊന്നും ഉണ്ടാവാറില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തോളും. നമ്മൾ ആര്യക്കുട്ടൻ്റെ കേസിലാണ് വലിയൊരു പ്രശ്നം. അവനെ എഴുന്നേൽപ്പിക്കാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആരൂട്ടിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആളെ നല്ല ഉറക്കമാണ് കേട്ടോ. വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നേ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ചാടി എഴുന്നേൽക്കും കേട്ടോ. ഇന്ന് സ്കൂളുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു മടിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ അവനെ ഇങ്ങനെ എണീപ്പിച്ചാൽ പോരാട്ടോ, എഴുന്നേറ്റ് നടന്ന് എന്തൊക്കെയോ കൊഞ്ചിക്കലൊക്കെ ചെയ്താൽ മാത്രമേ അവന് എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ ഞാൻ എഴുന്നേൽപ്പിക്കാമല്ലോ എന്ന് വെച്ച് ഫോണൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മുടെ ആര്യക്കുട്ടനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോയി കേട്ടോ.
അപ്പം ആൾ അതാ കണ്ണൊക്കെ ചെറുങ്ങനെ തുറക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം എഴുന്നേൽക്കാണ്ട് നിന്ന്. പക്ഷെ ഞാൻ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു ബ്രഷ് ചെയ്യും മോനെ എന്ന് പറഞ്ഞിട്ട് ബ്രഷൊക്കെ കയ്യിൽ കൊടുത്തിട്ട് പോയതാണ്. പിന്നെ വന്ന് നോക്കുമ്പോൾ ആളെ കാണാനില്ല. ബ്രഷൊക്കെ അവിടെ എടുത്ത് വെച്ച് വീണ്ടും ബെഡിൽ വന്ന് കിടക്കുമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ആച്ചൂട്ടൻ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആരൂട്ടൻ പറഞ്ഞു എനിക്കിന്ന് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മടിയൊക്കെ കാണിച്ച്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു ഇതാ ഇന്നും നാളെ സ്കൂളിൽ പോയി സാറ്റർഡേ സൺഡേ ലീവാണെന്നൊക്കെ പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ടും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും, അതായത് നേന്ത്രപ്പഴം പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിയൊക്കെ റെഡിയായി കേട്ടോ. നമ്മുടെ കറി ഇന്ന് പരിപ്പും കായും മൂളീഷാണ്. അമ്മ ഇത് വറുത്തിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പയറുപ്പേരിയും കൂടെ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചാൽ നമ്മുടെ പെണ്ണുങ്ങൾക്കൊരു കഴിവ് തന്നെയാണല്ലേ, നമ്മുടെ മക്കളെ ശരിയാക്കൽ, അതായത് മക്കളെ ഒന്ന് റെഡിയാക്കി വിടലും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ തീർന്നിട്ടുണ്ടാകും. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ള സമയം നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പുട്ടായതുകൊണ്ട് തന്നെ അച്ചുക്കുട്ടനും ആരുക്കുട്ടനും അത്ര മുഖം ഹാപ്പിയല്ല. അവരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ദോശ ഒന്നും മടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പുട്ടാക്കിയത്. ലാസ്റ്റ് ഞാൻ തന്നെ വായിൽ വെച്ച് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചുവിൻ്റെ ആരൂട്ടിൻ്റെയും ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പം ഇന്ന് ബ്രെഡാണ് കേട്ടോ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുന്നത്. അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് പേരൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രെഡിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പും കൂടി ഞാൻ വെച്ചിട്ടാണ്. ഇതാണ് കേട്ടോ ചോക്ലേറ്റ് സിറപ്പ് എന്ന് പറയുന്നത്. ചോക്കോ മിക്സഡ് നട്ടാണ്. നല്ലൊരു ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ. നല്ലൊരു ചോക്ലേറ്റിൻ്റെ സിറപ്പാണെന്ന് പറയാം. ഒരുപാട് നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അതുപോലെ ബ്രെഡിൻ്റെ അകത്ത്, അതുപോലെ ചപ്പാത്തിൻ്റെ അകത്തൊക്കെ റോൾ ചെയ്തിട്ട് നമ്മൾ കൊടുക്കലാണെങ്കിൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. നമുക്ക് എന്താ പറയുക, ഇഷ്ടത്തോടു കൂടി കുട്ടികൾ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പറ്റും. ഇടയ്ക്കൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാനും സ്നാക്കാക്കിയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും അതുപോലെ തന്നെ ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ അച്ചൂട്ടനും ആരൂട്ടനെയും അമ്മമ്മ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അമ്മയുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു സമാധാനം കേട്ടോ. നമ്മൾ ചാനൽ നോക്കണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.